കേരളത്തിന്റെ സ്വന്തം മൂന്നാറിൽ ബജറ്റ് സ്റ്റേ, ഒരു രാജകീയ യാത്രയുടെ മുന്നൊരുക്കം. പിന്നെ അവിടുത്തെ മറ്റു വിശേഷങ്ങളുമായി രമേശ് ആൻഡ് സുരേഷ് വ്ലോഗ്സിന്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഈ കഴിഞ്ഞ മാസം തണുപ്പ് അല്പം കുറഞ്ഞു വരുന്ന ആ ദിവസങ്ങളിൽ തന്നെ മൂന്നാറിലേക്ക് നടത്തിയ ട്രിപ്പ്, മാവേലിക്കരയിൽ നിന്നും ഉച്ചയ്ക്ക് ആരംഭിച്ച ബൈക്ക് യാത്ര ഇപ്പോൾ നേര്യമംഗലം പഴയ പാലത്തിലൂടെ പോവുകയാണ്. പുതിയ പാലം സൈഡിൽ തന്നെ വരുന്നുണ്ട്. എറണാകുളം, ഇടുക്കി ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ആർച്ച് പാലം. തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സേതുലക്ഷ്മി ഭായിയുടെ കാലത്ത് 1924 സുർഖി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മാണം ആരംഭിച്ച് 1935 തുറന്നുകൊടുത്ത പാലം. ഇത് കൊച്ചിയെ തമിഴ്നാട്ടിലെ തൊണ്ടിയുമായി ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ 85 നേരെ അടിമാലി വഴി മൂന്നാറിലേക്കുള്ള യാത്ര തുടരുന്നു. വനപ്രദേശം ആരംഭിച്ചതുകൊണ്ട് തന്നെ ആനിമൽ ക്രോസിംഗ് മുന്നറിയിപ്പുമായി ബോർഡുകൾ കാണാം. ഹെയർപിൻ വളവുകളും ആ വളവുകളിൽ വളച്ചൊടിച്ചിറങ്ങുന്ന KSRTC ബസ്സുകളും, റോഡ് സൈഡിലൊക്കെ കുട്ടി കുരങ്ങന്മാരെ കാണാം. പിന്നെ നിറയെ മരങ്ങളും ദൂരെ മലകളും വഴിയോരത്തെ കൂറ്റൻ പാറകളും കരിങ്കൽ കുന്നുകളും വലിയ കയറ്റങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാം. പോയ വഴിക്കാണെങ്കിൽ വറ്റിപ്പോയ ചീയപ്പാറ വെള്ളച്ചാട്ടം വരുന്ന ആ പാറ കുന്നു കാണാം. പിന്നെയും പോകുമ്പോൾ ഉണങ്ങി മാറിയ വലറ വെള്ളച്ചാട്ടം പോയ വഴി കാണാം. ഇതൊക്കെ ഒന്ന് ജീവൻ വെക്കണമെങ്കിൽ ഇനി മഴക്കാലം വരണം. നാഷണൽ ഹൈവേയുടെ വികസനം അതിവേഗം നടക്കുവാണ്. 3000 കോടി രൂപ ചെലവ് വരുന്ന ഈ ദേശീയപാത വികസനത്തിന്റെ സ്ഥലം ഏറ്റെടുക്കുന്ന ചെലവിന്റെ 25% വഹിക്കുക കേരള സർക്കാരാണ്. തെളിവെന്താടോ എന്ന് പറയുന്നവർക്കായിട്ട് കയറി നോക്കാനുള്ള ലിങ്ക് ചുവടെയുണ്ട്. റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം പുറത്തുവിട്ട പ്രസ് റിലീസാണത്. ഈ നടക്കുന്നൊക്കെ വലിയ പണിയാണ്. വളരെ വേഗം നടക്കട്ടെ എന്ന് ആശിക്കുന്നു. അങ്ങനെ സമയം വൈകുന്നേരമായി. സൂര്യൻ ചെമ്മാനങ്ങൾക്കിടയിലൂടെ അങ്ങ് പടിഞ്ഞാറ് മറയാനുള്ള പോക്കാണ്. അപ്പൊ ആനച്ചാൽ എത്തിയപ്പോഴേക്കും 6:15 6:13. അതുകൊണ്ട് ആ മരങ്ങൾക്കിടയിലൂടെ ഹോട്ട് എയർ ബലൂൺ പൊങ്ങി വരുന്നു. പക്ഷെ നമ്മൾ ഈ സംഭവം, അതായത് ഈ ഹോട്ട് എയർ ബലൂണിങ് കൊല്ലത്ത് ആശ്രമം മൈതാനത്ത് നേരത്തെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ വീഡിയോ ചാനലിൽ കിടപ്പുണ്ട്, കാണാത്തവർ കണ്ടാൽ മതി. പോകുന്ന വഴിക്കെല്ലാം റിസോർട്ടുകള്, റെസ്റ്റോറൻറ്റുകള്, ഹോട്ടലുകള്, ടൂറിസ്റ്റുകളെ ആകർഷിക്കാനുള്ള എല്ലാ സംഗതിയും ഉണ്ട്. അവിടെ കണ്ട മലമുകളിൽ പുക വരുന്നുണ്ട്. കാട്ടുതീയാണോ അതോ ആരെങ്കിലും കത്തിച്ചാണോ എന്ന് ആർക്കറിയാം. എന്തായാലും കൂട്ടമായിട്ട് ഇന്ന് കത്തുന്നുണ്ട്. അങ്ങനെ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകളും ആരംഭിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തൊരു ഭംഗിയാണ് ഈ ഓരോ കാഴ്ചകളും. ഇടയ്ക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒരു സെൽഫി വീഡിയോ വിത്ത് ഹെൽമെറ്റ്. നല്ല നല്ല കാഴ്ചകളുടെ ഭംഗി ഇല്ലാതാക്കി വഴിയരികിലെല്ലാം ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. സമയം ഇരുട്ടി. വഴിയിലെല്ലാം വെളിച്ചം തെളിയിച്ച് പായുന്ന വണ്ടികൾ. 6:45 അടുക്കാറായി. അപ്പോഴേക്കും ഇനിയും വെറും 2 കിലോമീറ്റർ താഴെ ഉള്ളൂ നമ്മുടെ സ്ഥലത്ത് എത്താൻ വേണ്ടി. അങ്ങനെ എത്തിപ്പോയി മൂന്നാർ KSRTC ബസ് സ്റ്റാൻഡ്. KSRTC ബസ് സ്റ്റാൻഡ് രാത്രി എന്താണ് കാര്യം എന്നല്ലേ? ഇന്ന് രാത്രി ഇവിടാണ് തങ്ങുന്നത്.
അതിനുള്ള ടിക്കറ്റാണ് എടുക്കുന്നത്. ഒരു ID കാർഡ് ബില്ലടിക്കാനായി കൊടുക്കണം. ഒരാൾക്ക് വെറും 220 രൂപ നിരക്കിൽ താമസം, അതും ബസ്സിനകത്ത് സ്റ്റേ. ആ ബസ്സിനകത്തെ അവസ്ഥ ഒന്ന് കണ്ടാലോ? അങ്ങോട്ട് പോയിട്ട് ബാക്കി കാണാം. ഹലോ ഫ്രണ്ട്സ്, ഞാൻ റസിൻ. ഞാൻ വിഷ്ണു. അല്ല, എന്ത് കുറെ നേരം ഇൻട്രോ ഒക്കെ പറഞ്ഞു? ഇൻട്രോ വേണ്ട. ആര് പറഞ്ഞു ഇൻട്രോ ഒക്കെ വേണം? എന്താ പറട്ടെ, ഞങ്ങളിപ്പോ ഒരു 190 കിലോമീറ്ററോളം അടുത്ത് യാത്ര ചെയ്ത് വന്നേക്കുവാണ്. അങ്ങനെ പറയരുത്. 182. ഗൂഗിൾ മാപ്പ് മാത്രമല്ല, വണ്ടിയുടെ ഇത് ഓടുന്നുണ്ട്, അതുകൂടെ കണക്ക് കൂട്ടണം. നീ തെക്കോട്ടും കൊണ്ട് തിരിച്ചു വരും. ഗൂഗിൾ മാപ്പിനെ തെറി പറയരുത്. അല്ല, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങി, ഇവനെയും പൊക്കിക്കൊണ്ടാ വന്നത്. ഇവന്റെ വീട്ടിൽ നിന്ന് വരുന്ന ദൂരം ഇവൻ കണക്ക് കൂട്ടുന്നേ, ഞാൻ എന്റെ വീട്ടിൽ നിന്ന് വരുന്നത് കണക്ക് കൂട്ടണ്ടേ. അപ്പൊ സുഹൃത്തുക്കളെ, അപ്പം ഇവന്റെ അഭിപ്രായ പ്രകാരം 190 ഇല്ലെങ്കിൽ തിരിച്ചു കൊണ്ട് വിടത്തില്ല, വഴിയിൽ ഇറക്കി വിടും. 190 കിലോമീറ്റർ ഞങ്ങള് ബൈക്കിൽ ഒരു ഒറ്റ സ്ട്രെച്ചിന് ഇടയ്ക്കൊന്ന് ഇറങ്ങിയായിരുന്നു. എന്നാലും പറയുമ്പോൾ ഇടയ്ക്കൊരു ഇറങ്ങി ഒരു 5 മിനിറ്റ് ഇരിക്കുന്നത് അല്ലല്ലോ വിഷയം. ഒറ്റ സ്ട്രെച്ചിന് നൂത്തുവിട്ട് ആലപ്പുഴയിലെ മാവേലിക്കരയിൽ നിന്ന് മൂന്നാർ എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പം ഞങ്ങൾ അടിപൊളി ഒരു സ്റ്റേയിലാണ്. ഒരാൾക്ക് കിടക്കാൻ വെറും 220 രൂപ മാത്രം. പുതപ്പ്, തലയുടെ കട്ടില്, സീഡിലും സംഭവം എല്ലാം ഉണ്ട്. സാധനം വെക്കാൻ വരെ ഇടമുണ്ട്. കൂടാതെ AC ഉണ്ട്. AC സ്റ്റേ. നമ്മൾ നേരത്തെ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട്. മൂന്നാറിലെ KSRTCയുടെ സ്റ്റേ ആണ്. അവിടെയാണ് വന്നിരിക്കുന്നത്. നമുക്കിവിടെ താമസിക്കാം. എടാ, അന്ന് വരുമ്പോൾ 100 രൂപയായിരുന്നു. അല്ല, അന്ന് വരുമ്പോൾ 100 രൂപയായിരുന്നു കിടക്കിക്ക്. അത് കൂടാതെ പുതപ്പിന്, ഷീറ്റ് ഒക്കെ വ്യത്യസ്ത പൈസ. ഇതെല്ലാം കൂട്ടിയാണ് 220. മനസ്സിലായി? ഞങ്ങളുടെ ഈ ഒരു യാത്രയ്ക്കായിട്ട് ഞങ്ങൾ ഈ സ്റ്റേ പ്രത്യേകിച്ച് മനസ്സിൽ ആഗ്രഹിച്ചാ വന്നത്. വേറെ അതപ്പോ കോസ്റ്റ് വളരെ കുറവാണ് സുഹൃത്തുക്കളെ. അല്ലെങ്കിൽ പെട്ടെന്നല്ലയോ ഇത്? ഈ ഒരു സ്റ്റേ എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്താണ് നമ്മുടെ പരിപാടിയായിട്ട്. KSRTC സ്റ്റാൻഡിന് അവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ എന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിച്ചാൽ, നാളെ ഒരു കിടിലും പരിപാടിയുണ്ട്. അതെ, റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം അത് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. ഞായറാഴ്ചയോ ശനിയാഴ്ചയോ ഫ്ലാഗ് ഓഫ് ചെയ്തത്. അപ്പൊ ആ പരിപാടിക്ക് വളരെ അടുത്ത് തന്നെ തിരിക്കുകയാണ്. നാളെയാണ് യാത്ര. ഇന്ന് വൈകുന്നേരം ഒരു 6:45 ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇതുപോലെ കുറെ കിടക്കുകളുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഈ സാധനത്തിനകത്ത് നിറച്ച് ഞങ്ങളുടെ സാധനമൊക്കെ നിരത്തിയിട്ടുണ്ട് ഫുള്ള്. കണ്ടോ? ഇത് രണ്ടുമാണ് ഞങ്ങളുടെ ബെഡ്. അതെ, ഈ 2 ബെഡാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഞങ്ങളുടെ ഇത് രണ്ടെണ്ണം നമ്മുടെ മറ്റേ നമ്മള് ബോംബെ പോയപ്പോ നമ്മൾക്ക് ഈ സൈഡ് പോലായിരുന്നു കിട്ടിയത്, അതുപോലത്തെ സാധനം. അപ്പൊ എന്തായാലും നമ്മുടെ നാട്ടിലെ ഈ ചെറിയ യാത്രകൾ ഞങ്ങൾ എൻജോയ് ചെയ്യുകയാണ്. നാളെ നമുക്ക് ആ യാത്രയ്ക്ക് പോകാം. അതിന് മുമ്പായിട്ട് മൂന്നാറിന്റെ ഈ സിറ്റിയിലൂടെ ചുമ്മാ ഒന്ന് കറങ്ങി നോക്കാം അല്ലേ? അതെ, എന്റെ വിളി ഉടനെ വന്നു കഴിഞ്ഞു. സ്റ്റേ റൂമിനുള്ളിൽ ഫുഡ് വെക്കത്തില്ല. അപ്പൊ ഇവിടെ ഇരുന്ന ഫുഡ് വെക്കും. ആ ഫുഡ് കഴിക്കാനുള്ള സംഭവം ഇതിന്റെ മേൽവശം കിടക്കാം. നമ്മൾ അന്ന് കിടന്നതിന് മേൽവശം ഇല്ലാതെ തോന്നുന്നു. നമ്മൾ അപ്പുറത്ത് വേറെ വണ്ടിയുടെ പുറത്താണ്. ഇതിന്റെ മേളില് ചുമ്മാ ഉലാത്ത സ്ഥലം ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും മേലോട്ട് പോയി നോക്കാം. ബാൽക്കണിയാണ് മോനെ. സുമാർ ഇവിടെ 2 പേർക്ക് ഇരിക്കാം. എനിക്ക് നിനക്ക് വേണ്ടി മാത്രം കൊണ്ടിട്ട് കസാര കളിയാണ്. നമുക്ക് രണ്ടു കൂടെ ഇരുന്ന് നമ്മുടെ കേരളത്തിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് ഹബ്ബുകളാണ്. അപ്പോൾ ഇതിന്റെ മണ്ടയ്ക്ക് ഇതുപോലെ ചെറിയ കസേരയൊക്കെ ഉണ്ട് ഇരിക്കാൻ വേണ്ടി. ഇവിടെ ഇരിക്കാം. പിന്നെ AC ബസ്സാണ്. എന്തിനാ AC അറിയത്തില്ല. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്ക് പുറത്തുള്ളതിനേക്കാൾ തണുപ്പ് കുറവുണ്ട് ചില മുറിക്കകത്ത്. ബസ്സിലൊന്നും ചെയ്യാതെ തെറ്റുപടാ പുകയൊക്കെ വരുന്നു. നമ്മൾ ഒരു ഉച്ചയ്ക്ക് കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാ. ഇനി നമുക്കൊരു ഫുഡ് ഒന്ന് കഴിക്കണം. രാത്രിത്തെ ഫുഡ് വാ. ബീഫ് 3 പൊറോട്ട പാർസൽ. സുഹൃത്തുക്കളെ, ഈ ട്രിപ്പിന് ഞങ്ങൾ വന്നേക്കുന്നത് നാളത്തെ ട്രിപ്പിന്.
പോവാണോ? അല്ലല്ല, പിന്നെ ചായ കുടിക്കാൻ ഇറങ്ങിയതാണോ? പോയിട്ട് ഒരു കാപ്പി കുടിച്ചാൽ ഇറങ്ങിയത്. രാവിലെ തലയുള്ള സാധനം വെച്ചപ്പോഴേ സുഖമായത്. ശരിടാ. ഓക്കെ, ബ്ലാക്ക് ടീ ഇല്ലേ? തടുത്ത് മരവിച്ചിരിക്കുക. ഇത്രയൊക്കെ സെറ്റപ്പ് ഉണ്ടെങ്കിലാണ് മൂന്നാർ വരുന്നത് നല്ലത് കേട്ടോ. ഈ തണുപ്പതൊക്കെ ഒരു ചൂട് ചായ വല്ലാത്തൊരു ഫീലിംഗാണ്. ഇത് കുടിച്ചില്ലേലും വല്ലാത്തൊരു ഫീലിംഗ്. പക്ഷെ ഇത് കുടിക്കാൻ വേണ്ടി കഷ്ടപ്പെടണം കേട്ടോ. അവിടെ നിന്ന് ഇവിടെ വരെ വരണം ദിവസമൊക്കെ കിട്ടും. നമ്മൾ കുടിച്ചതിൻ്റെ തേയിലെടുത്തിൻ്റെ കാശ് കൊടുക്കാൻ നിൽക്കും ഉറപ്പിന്. അങ്ങനെ രാവിലെ എണ്ണിച്ചിട്ട് കുറച്ച് നേരം ഈ ഡ്രസ്സൊക്കെ ഈ ജാക്കറ്റൊക്കെ വലിച്ചു കയറ്റിയിട്ട് അപ്പം 2 ബ്ലാക്ക് ടീ കുടിച്ചു. ഒരു സുഖമുണ്ട്. ഇപ്പോഴീ പറഞ്ഞ പോലെ ശരിക്കും കൊണ്ട് ആ കിടുകിടുപ്പ് മാറിയിട്ടില്ല അല്ലേ? എനിക്ക് ടെമ്പറേച്ചർ എത്ര ഇവിടുത്തെ? ഈ ടെമ്പറേച്ചർ നടക്കണ്ട. വെളുപ്പിന് ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ്, 4 മണിയായാലും അതിന് മുമ്പ് തന്നെ ഒരു 2 മണി 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തണുത്താൻ കിടന്ന് ഞാൻ കിടക്കാൻ ഷർട്ടൊക്കെ ഊരി മാറ്റിയിട്ടാണ് കിടന്നുറങ്ങിയത്. ഇത് ശരിക്കും കണ്ടേ, ഇവിടുന്ന് അങ്ങോട്ട് 28 കിലോമീറ്റർ ഉണ്ട് മാങ്കുളം. അതായത് ഇവിടുന്ന് അങ്ങോട്ട് 28 കിലോമീറ്റർ. എത്ര ടെമ്പറേച്ചർ? 12 ഡിഗ്രി. ഉച്ചയാകുമ്പോഴത്തേക്ക് നല്ല ചൂടാകുമായിരിക്കും. നമുക്കിനി ഇന്ന് ഉച്ച വരെ ഒരു ബസ് ട്രിപ്പുണ്ട്. അപ്പോൾ ആ ബസ് ട്രിപ്പിന് വേണ്ടിയാണ് ശരിക്കും ഇവിടെ വന്നിരിക്കുന്നത്. രാവിലെ ഒരു തേയില വെള്ളം കൂച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒന്ന് റെഡിയാകുന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് രാവിലെ ഇറങ്ങി ഒരു തേയില വെള്ളം പോയി കുടിച്ചത്. ഇപ്പോൾ കയറിയ കടയിൽ തന്നെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മൂന്നാർ വന്നപ്പോൾ കയറിയതായിരുന്നു. അങ്ങനെ രാവിലത്തെ ആദ്യ ട്രിപ്പിനായിട്ട് ഡബിൾ ഡെക്കർ ബസ് കുളി നനയൊക്കെ കഴിഞ്ഞ് അണിയറയിൽ പ്രവേശിക്കുവാണ്. ഇവന് ഒരു രാജകീയ ലുക്കുണ്ട്. ഇതിൻ്റെ ട്രിപ്പ് എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ ഞങ്ങളുടെ വീഡിയോയുടെ ലിങ്ക് താഴെ കിടപ്പുണ്ട്, കയറി കണ്ടു. നല്ല വൈറലായ വീഡിയോ ആണ്. എന്നാൽ പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ജോയിൻ ചെയ്ത് മെമ്പറായും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി അമർത്താൻ മറക്കല്ലേ. അടുത്ത സുന്ദര വീഡിയോ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.